ഭാഗവതം വില്ലേജ് സ്വാമി ഉദിത് ചൈതന്യയുടെ ഒരു നവീന ആശയം. കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള ചാലക്കുടിയിലാണ് ഭാഗവതം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഭാഗവതം വില്ലേജ് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിക്ക് സമീപമാണ്. മനോഹരമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ വളരെ അടുത്താണ് ഭാഗവതം വില്ലേജ്. ഭാഗവതം വില്ലേജിന്റെ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു പുഴയും മറുഭാഗത്ത് മനോഹരമായ ഒരു കാടുമാണുള്ളത്. എല്ലാ ആത്മബന്ധുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. നിങ്ങളുടെ മുന്നിൽ ഭാഗവത വില്ലേജ് എന്ന പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു സമയം ഞാൻ ചെലവഴിക്കുന്നത്. മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ സംസ്കാരത്തെ തൊട്ടുണർത്തി അവനവനെ കൊണ്ട് പ്രയോജനവും സമൂഹത്തിന് പ്രയോജനവും, അങ്ങനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുത്ത് ലോകത്തെ വാർത്തെടുത്ത് ഒരു വലിയൊരു സംസ്കാരത്തെ നാം ഇതിലൂടെ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ പദ്ധതിയിൽ 5 കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ പഞ്ചസേവയെന്നും പഞ്ചയജ്ഞമെന്നും പഞ്ചപൂജയെന്നെല്ലാം ഞങ്ങൾ വിളിക്കുന്നു. നമ്മുടെ കടമകൾ ആരോടൊക്കെയാണ് നമുക്ക് ശരിക്കും നിറവേറ്റാനുള്ളത്? അതിൽ ഒന്നാമത്തെ കടമ ജീവജാലങ്ങളോടാണ്, രണ്ടാമത്തത് ഈ ഭൂമിയോടാണ്, മൂന്നാമത്തത് ദീനരോടാണ്, നാലാമത്തത് നമ്മളെ വളർത്തിയെടുത്ത നമ്മളെ നാമാക്കി തീർത്ത മാതൃപിതൃക്കളോടാണ്, അഞ്ചാമത്തത് നമ്മുടെ ഗുരുക്കന്മാരോടാണ്. എല്ലാവരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രേമത്തോടു കൂടിയിട്ട് ഈ പദ്ധതിയിലേക്ക് ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം. This is the proposed view of Bhagavatam village. Bhagavatam village is situated at a 10-acre land. It has got a beautiful entrance gate. This leads to the Kaliya Mardhan statue. From there, we go to the reception. We have a beautiful open-air theatre. This is the reception center. Bhagavatam village has one of the best meditation hall. This will be having a very unique design. Bhagavatam village will also have a beautiful prayer hall. This is the proposed view of the accommodation centers at Bhagavatam village. We have a spacious and beautiful dining hall. Bhagavatam village has got a beautiful riverfront. സ്വാമി ശ്രീ ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിലുള്ള
ഭാഗവതം വില്ലേജിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കളത്തിപ്പറമ്പ് റോഡിൽ ഗോവിന്ദ് അപ്പാർട്ട്മെന്റ്സ് എന്ന സമുച്ചയത്തിന്റെ അടിയിൽ പ്രവർത്തിക്കുന്ന ഭാഗവതം വില്ലേജ് ട്രസ്റ്റ് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ടെലിഫോൺ നമ്പറുകളും ഇമെയിലുകളും താഴെ പറയുന്ന പ്രകാരമാണ്. ഫോൺ നമ്പർ 0484237547 0484237547. മൊബൈൽ നമ്പേഴ്സ് 9447223375 9447223369. ഇമെയിൽ അഡ്രസ് bhagavatamvillage@gmail.com. വെബ്സൈറ്റ് www.bhagavatamvillage.org. ഹരി ഓം 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 ഹരി ഓം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരി ഓം 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 ഹരി ഓം. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഭഗവാൻ നേരിൽ വരുകില്ല. ഹരി ഓം 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 ഹരി ഓം. സഹയജ്ഞാ പ്രജാ സൃഷ്ടാ सहयज्ञा प्रजा सृष्ट्वा പുരോവാച പ്രജാപതി पुरोवाच प्रजापति അനേന പ്രസവിഷ്യധ്വം अनेन प्रसविष्वद्वम् ഏഷവോത്തിഷ്ഠ കാമതുക്. एषवोत्तिष्ठ कामधुक्. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഈ പ്രകൃതി രഹസ്യത്തെ നമുക്ക് പറയാണ്. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി. പ്രജാപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ്. ഒരു അർത്ഥത്തിൽ അങ്ങനെയാണ് പറയുക. പ്രജാപതി, പ്രജകളുടെ പതി, ബ്രഹ്മാവ്. ഞാൻ അതിൻ്റെ സൂക്ഷ്മാർത്ഥവും പറയാം. അപ്പൊ ബ്രഹ്മാവ് ആരെ സൃഷ്ടിച്ചു? പ്രജാപതി ആരെ സൃഷ്ടിച്ചു? പ്രജാസൃഷ്ട, പ്രജകളെയാണല്ലോ സൃഷ്ടിക്കുക. എങ്ങനെയാ സൃഷ്ടിച്ചത്? കാമധേനുവിന്റെ പ്രത്യേകത എന്ത് ചോദിച്ചാലും തരുന്ന പശുവാണ് ആര്? കാമധേനു. അപ്പൊ ഈ യജ്ഞം എന്ന് പറയുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് വഴിയൊരുക്കട്ടെ എന്ന്. അപ്പൊ ശരിക്കും പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിന് ഭഗവാൻ ഈ ലോകം സൃഷ്ടിച്ചു എന്നുള്ളത്. കാരണം ഒരുപാട് നമ്മൾ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും പലതും കാണുന്നു. എന്തിനു സൃഷ്ടിച്ചു എന്ന്. അപ്പൊ ഈ സൃഷ്ടിയുടെ രഹസ്യം എന്ന് പറയുന്നത് പുരോഗതിക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ്. പ്രസവിഷ്യത്വം, നിങ്ങൾ വിപുലമാവട്ടെ, പുരോഗതി പ്രാപിക്കട്ടെ, ഇതിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. പക്ഷേ അങ്ങനെ പുരോഗതി പ്രാപിക്കണമെങ്കിൽ ഏത് ഭാവന കൊണ്ടേ സാധിക്കുള്ളൂ?
യജ്ഞഭാവന കൊണ്ടേ സാധിക്കുള്ളൂ. അപ്പൊ ഈ ലോകത്തിൽ ദുഃഖവും ദുരിതങ്ങളും വരാൻ കാരണം ആളുകൾ യജ്ഞഭാവന വിട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എടുത്തു വെക്കാൻ തുടങ്ങി. സ്വാർത്ഥത മനുഷ്യ മനസ്സിൽ കയറിക്കൂടി. നോക്കൂ, നിങ്ങളൊരു കാട്ടിലേക്ക് നോക്കൂ. കൊടും കാട്ടിൽ പുലികളുണ്ട്, സിംഹങ്ങളുണ്ട്, മാനുകളുണ്ട്, വ്യത്യസ്ത ജീവജാലങ്ങളുണ്ട്. ഒരു സിംഹം അതിന് വിശപ്പ് വന്നാൽ ഒരു മാനിനെ പിടിച്ചു എന്ന് വരും, ഉണ്ടോ? പക്ഷെ എന്നാലും മാനുകൾ അവിടുന്ന് പേടിച്ച് മറ്റൊരു ദിക്കിലേക്ക് ഓടുന്നില്ല. കാരണം ആ മാനിന്റെ വംശത്തെ മുഴുവൻ ആര് നശിപ്പിക്കുന്നില്ല? ഈ സിംഹങ്ങൾ നശിപ്പിക്കുന്നില്ല. കാരണം അവന് വേണ്ടത് കുറച്ച് ആഹാരമാണ്. അതിനൊരു മൃഗത്തെ അവൻ പിടിച്ചു എന്ന് വരും. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു ഐക്യവുമുണ്ട്. ഒരേ കാട്ടിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത സ്വഭാവവിശേഷമുള്ള മൃഗങ്ങൾ യാതൊരു പേടിയുണ്ടെങ്കിലും എന്നാലും പേടിയില്ലാതെ അവർ ജീവിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം അവരുടെ ഉള്ളിൽ വിശപ്പ് വന്നാൽ ആഹാരത്തിന് വേണ്ടി ഒന്നിനെ പിടിച്ചു എന്ന് വരും. പക്ഷെ ഒരുത്തനും അനാവശ്യമായി തൻ്റെ സുഖത്തിന് വേണ്ടി മറ്റൊരു വംശത്തെ നശിപ്പിക്കില്ല, എടുത്തു വെക്കില്ല എന്നുള്ളത്. നമ്മുടെ മനുഷ്യർ ഇവിടെ വന്നപ്പോഴാണ് എന്തു തുടങ്ങിയത്? തൻ്റെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ ദ്രോഹിക്കാൻ തുടങ്ങി, ഒരു ഭാഗം. രണ്ടാമത്തത്, ഈ എടുത്തു വെക്കുന്ന സംസ്കാരം മനുഷ്യർക്കാണ് ഉണ്ടായത്. ഇപ്പൊ ഈ എടുത്തു വെച്ച് കുമിച്ചു കൂട്ടുന്ന സംസ്കാരം വന്നപ്പോഴാണ് ഉള്ളവനും ഇല്ലാത്തവനും വന്നു. പിന്നീട് വിപ്ലവങ്ങൾ വന്നു, ഈ ലോകത്തിൽ യുദ്ധങ്ങൾ വന്നു, അല്ലേ? ഇതൊക്കെ മനുഷ്യരുണ്ടാക്കി വെച്ചതാണ്. മൃഗങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പലതും നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം? മൃഗങ്ങളിൽ നിന്നും പഠിക്കണം. അവർക്കുണ്ടല്ലോ ഈശ്വരൻ അത്രയും ബുദ്ധി കൊടുത്തുള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചു ബുദ്ധി നമുക്ക് കൂടിയത് കൊണ്ട് ആകെ അപകടത്തിലായി. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും ഈ ലോകത്തിൽ പ്രശ്നങ്ങളാണ്. ഒരു കാമുകന്മാർ, ഒരു പെൺകുട്ടി ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും പറയാൻ ഞാനുണ്ടാവില്ലേ? നിങ്ങൾക്കെല്ലാം പങ്കുവെക്കാൻ ഒരാളുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ. ഉടനെ അവൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും ഇല്ല, പ്രയാസങ്ങളൊന്നുമില്ല പങ്കുവെക്കാൻ. ഉടനെ അവൾ പറയാണ്, അതിന് കാരണം നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. ഇതെല്ലാം പങ്കുവെക്കണമെങ്കിൽ, ഈ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. അപ്പം പിന്നെ നിങ്ങൾക്ക് പൊസഷൻ വരും, അപ്പം നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ വരും, അപ്പം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പം പിന്നെ കേൾക്കാൻ ഒരാൾ വേണം. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ മനുഷ്യൻ പൊസസീവ്നെസ് വന്നു, സ്വാർത്ഥത വന്നു. അന്ന് മുതൽ ലോകത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? നമ്മളാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കൂ. ഭഗവാൻ പറയുന്നു, ഈ സൃഷ്ടിയിൽ എന്തിനാണ് സൃഷ്ടി വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പുരോഗതിക്കാണ്. പുരോഗതി ഉണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, യജ്ഞസംസ്കാരം വേണം. യജ്ഞസംസ്കാരം എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ സ്വീകരിക്കുകയും വേണം, നല്ലത് കൊടുക്കുകയും വേണം. നിങ്ങൾ നോക്കൂ, സൃഷ്ടിയുടെ പിന്നിൽ ഈ പറഞ്ഞത് എത്ര സത്യമാണെന്ന്. ഒരു കുഞ്ഞിന് ജനനം കിട്ടണമെങ്കിൽ ഒരമ്മ കുറെ വേദനകൾ അനുഭവിക്കണം. വേണോ വേണ്ടയോ? കുറെ വേദനകൾ അനുഭവിച്ചിട്ടാണ് ഒരമ്മ പ്രസവിച്ചു വരുന്നത്. ആ പ്രസവത്തിലൂടെ കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നത്. ആ അമ്മ അനുഭവിച്ച വേദനകളൊന്നും ഒരമ്മ ആർക്ക് കൊടുക്കുന്നില്ല? പണ്ടത്തെ അമ്മമാരെ. ഇന്നിപ്പോൾ അതൊക്കെ മാറ്റം വന്നു. ഇന്ന് അതിന് ഒരുപാട് വേദനകൾ കൊടുക്കും. അതുകൊണ്ടാണ് അതിന് വലിയ താല്പര്യമില്ലാത്തത്. അപ്പോ കുറെ അമ്മക്ക് അനുഭവിച്ച വേദനകളൊന്നും ആർക്ക് കൊടുക്കുന്നില്ല? ഉണ്ടോ? അതുകൊണ്ട് ഒരു യജ്ഞഭാവന ഇല്ലേ അവിടെ? താൻ വേദന സ്വീകരിക്കണു, നന്മ കൊടുക്കുന്നു. അപ്പൊ ഒരു സ്നേഹബന്ധമുണ്ട് അവിടെ. ഇനി നമ്മൾ ചെടികളിലേക്ക് നോക്കൂ. നിങ്ങളൊരു വിത്ത് കുഴിച്ചിടുന്നു, കുറെ സൂര്യതാപത്തിൽ കിടക്കണം, അത് അല്ലേ, മണ്ണിൻ്റെ അടിയിൽ കിടക്കണം. അതിനും ഒരു ദുഃഖമുണ്ടായിരിക്കാം. പക്ഷേ എന്നാലും അത് പൊട്ടിമുളച്ച് ചെടിയായി നമുക്ക് ധാന്യങ്ങൾ തരുന്നു. അപ്പോൾ ഒരു വേദന അനുഭവിച്ചിട്ടാണ് ഒരു നന്മയുണ്ടാവുന്നത്. ആണോ അല്ലയോ? സൂര്യന്റെ പ്രവർത്തനങ്ങൾ നോക്കൂ. സൂര്യൻ കിരണങ്ങളെ കൊണ്ട് വെള്ളം എടുത്തു കൊണ്ടുപോയി ആ വെള്ളം ചൂടായിട്ടാണ് പോകുന്നത്, നീരാവിയായിട്ട് ചൂടായിട്ടാണ് പോകുന്നത്. പിന്നെ ഭൂമിയിലേക്ക് വീഴുമ്പം ചൂടാണോ തണുപ്പാണോ? തണുപ്പാണ്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ചൂടും തിരിച്ചു തരുന്ന സമയത്ത് തണുപ്പുമാണ്. അപ്പൊ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വൈഷമ്യങ്ങൾ സ്വീകരിക്കുന്നു, പക്ഷെ കൊടുക്കുന്നതെല്ലാം നന്മകളാണ്.
ഇത് എപ്പോ മനുഷ്യ ജീവിതത്തിൽ നിന്നുപോയോ അവിടെ മുതൽ താളം തെറ്റി എന്ന് പറയാണ്. അപ്പൊ സൃഷ്ടിക്രമം എന്ന് പറയുന്നത് തന്നെ പ്രജാപതി സൃഷ്ടിച്ച സമയത്ത് തന്നെ വൈഷമ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നന്മയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടികളൊക്കെ വെച്ചിരിക്കുന്നത്, പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ അധോഗതി കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ത് നമ്മൾ മനസ്സിലാക്കണം? മനുഷ്യന്റെ സ്വാർത്ഥത വന്നപ്പോ അവൻ നല്ലത് എടുക്കുകയും ചീത്തത് കൊടുക്കുകയും. മനുഷ്യന്റെ ശരീരത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. നമ്മൾ നല്ലതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകുന്നതൊക്കെ ചീത്ത സാധനങ്ങളാണ്, ഇല്ലേ? മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല നമ്മൾ. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സുകൊണ്ടും നല്ലത് സ്വീകരിച്ച് ചീത്തത കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രകൃതിയുടെ ചുറ്റുപാടുകളൊക്കെ മാറിയത്. അതുകൊണ്ട് ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശം എന്താണ്? നികൃഷ്ടമായതിനെ സ്വീകരിക്കണം, ഉത്കൃഷ്ടമായതിനെ കൊടുക്കണം. എന്താ നികൃഷ്ടമായതിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ? ഇനി നിങ്ങൾ പോയിട്ട് ചപ്പും ചവറ റോഡ് സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അതിനർത്ഥം ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ കേൾക്കണം, എന്നിട്ട് മറ്റുള്ളവരോട് പറയുന്നത് നല്ലത് പറയണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നോരോന്ന് പരിശീലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുന്നത്. അങ്ങനെയാണ് സംസ്കാരം മാറുന്നത്. ഭഗവാൻ പറയുന്നു, ഇങ്ങനെ ജീവിച്ചാൽ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? കർമ്മ കുർവന്തി യോഗിന. ഇങ്ങനെ കർമ്മം ആര് ചെയ്യുന്നു? ആത്മശുദ്ധയെ. നിങ്ങൾക്ക് മനസ്സ് സമബുദ്ധിയായി തീരുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് വേണോ? എന്നാൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്വം ഏഷവോത്തിഷ്ട കാമതുക്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടി വെച്ചിരിക്കുന്നത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ഭൗതിക പുരോഗതിക്കും, രണ്ട് ആത്മീയ പുരോഗതിക്കും. അപ്പൊ ഭൗതിക പുരോഗതിക്കും എന്ത് വേണം? ഭൗതിക പുരോഗതിക്ക് ഭൗതിക പുരോഗതി എന്ന് പറഞ്ഞാൽ വ്യക്തി പുരോഗതിയല്ല, സമൂഹത്തിന്റെ പുരോഗതിയാണ്. സമൂഹത്തിന്റെ പുരോഗതി പറഞ്ഞാൽ എക്കണോമിക്കലി മാത്രമല്ല, അവിടുത്തെ കൾച്ചറും കൂടിയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഓരോ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രങ്ങളുടെയൊക്കെ ഈ എന്താണ് പണ്ടത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്പബുദ്ധി കൊണ്ടുണ്ടായ അപകടങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? പല രാജ്യങ്ങളിൽ പോകുമ്പോഴല്ലോ അവർക്ക് കിട്ടുന്ന സ്വീകരണങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് കാണിക്കുന്ന ഇതൊക്കെ മനോഭാവമൊക്കെ കാണുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്തിരിക്കുന്ന തെറ്റായിട്ടുള്ള ഓരോ തീരുമാനങ്ങളെ കൊണ്ട് ഈ ലോകത്തിനുണ്ടായ അപകടങ്ങൾ നമുക്ക് കാണാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ സിംഗപ്പൂർ പോയ സമയത്ത് അവിടുത്തെ ആ ഒരു നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ റിലീജിയന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. അവർ രാഷ്ട്ര പുരോഗതിക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ സിംഗപ്പൂരിൽ പോയ നോക്കൂ, അവിടുത്തെ ഒരു മുസ്ലിം മോസ്കിലും ബാങ്ക് വിളിയില്ല. അവിടുത്തെ നേതാക്കന്മാർ, അവിടുത്തെ പ്രസിഡന്റ് സമ്മതിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹു വന്ന സമയത്ത് മൈക്ക് സെറ്റുമായിട്ടല്ല വന്നത് എന്നാണ്. പ്രാർത്ഥിക്കാനുള്ള പള്ളിയുടെ അകത്ത് പ്രാർത്ഥിച്ചോളൂ, ലോകത്തിന് വിഷമം ഉണ്ടാക്കേണ്ട പരിപാടിയില്ല. ക്രിസ്ത്യാനികളോട് അവര് ക്രിസ്ത്യൻ സമൂഹത്തോട് പറയുമ്പം എത്ര സ്ട്രോങ് ആണ് ക്രിസ്ത്യൻ വേൾഡ് എന്ന് നോക്കൂ. ക്രിസ്ത്യാനികൾ എത്രയോ അവർ ബൈബിളിനെ ആദരിക്കുന്നതാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് ഉണ്ടല്ലോ, ക്രിസ്ത്യൻ ഒരു ആളെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ ശരീരം കുഴിച്ചിടാൻ സമ്മതിച്ചിട്ടില്ല, പെട്ടിയിലാക്കി കുഴിച്ചിടാൻ സമ്മതിച്ചിട്ടില്ല. കാരണം അവിടെ സ്പേസ് ഇല്ല. അവർ പറയുന്നത് കത്തിക്കൂ എന്നാണ്, ക്രിമേഷനാണ്. ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ക്രിമേഷൻ ഇല്ല. നിങ്ങൾക്ക് അറിയോ അറിയില്ല, ക്രിമേഷൻ സമ്മതിച്ചിട്ടില്ല ബൈബിൾ പറയുന്നത് നിങ്ങൾ പെട്ടിയിലാക്കി വെക്കണം, എന്നാലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കർത്താവിന് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, എത്ര അവർക്കൊന്നും ഇനി സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അവിടുത്തെ ഗവൺമെന്റ് അത്ര സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിച്ചാൽ മതി. ഇവിടെ രാഷ്ട്ര പുരോഗതിയാണ്, ആത്മീയത ഇൻഡിവിജ്വലാണ്. നിങ്ങൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും നിസ്കരിക്കുകയും എന്ത് വേണേ ചെയ്തോളൂ. അതുപോലെ തന്നെയാണ് ഹിന്ദുക്കളോടുള്ള സമീപനം. ഹിന്ദുക്കളോടും ഇക്കാര്യത്തിലുണ്ടല്ലോ, ബഹളം വെച്ച് ഇവിടുത്തെ പോലെ പാട്ട് വെച്ചിട്ട് നാട്ടുകാരെ ബഹളം വെക്കാൻ അവർ സമ്മതിക്കില്ല. ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കൂ. അതുകൊണ്ട് ഇന്ന് ലോകത്തില് നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെക്കണേ, വിസ വേണ്ടാത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അവർക്ക് ഏത് രാജ്യത്തിൽ പോകാൻ വിസ വേണ്ട, അവർക്ക് അത്ര റെസ്പെക്റ്റാണ് കൊടുത്തിരിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകണമെങ്കിലുണ്ടല്ലോ 100 പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോണ്ടല്ലോ രാഷ്ട്ര പുരോഗതിക്ക് പകരം റിലീജിയന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഇത് നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ, ആകെ അസ്വസ്ഥമാക്കി റിലീജിയൻ കാരണം. ഇനിയൊരു ലോകം വരണം, ഈ മതങ്ങളൊന്നുമില്ലാത്തൊരു ലോകം വരണം. മതം എന്ന് പറയുന്നത് ഈ പള്ളികളും അമ്പലങ്ങളും ഒന്നും അല്ല. മതം എന്ന് പറയുന്നത് വ്യക്തിയുടെ പുരോഗതിയാണ്. അത് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല.
അത് ഉള്ളിൽ നിങ്ങളുടെ മനസ്സിന്റെ വികാസമാണ്. പക്ഷേ ലോകം എന്ന് പറയുന്നത് പരസ്പരം ഐക്യത്തോടും സഹകരണത്തോടും ജാതിമത ഭേദമെന്യേ ഐക്യത്തോടുകൂടി ജീവിക്കേണ്ട ഒരു എത്ര നല്ല വാക്കുകൾ നമുക്കുണ്ട് അല്ലേ? സോദരത്തേന വാഴുന്ന നാടാണ്, വസുദൈവ കുടുംബമാണ്. ഇതൊക്കെ ഒന്ന് ഹിന്ദുക്കൾക്ക് പറയാനേ പറ്റുള്ളൂ. ഉപയോഗിക്കാൻ പറ്റുമോ? ഇതൊക്കെ പ്രായോഗികമാക്കാൻ പറ്റുമോ നമുക്ക്? എല്ലാ വാക്കുകളും നമുക്കുണ്ട്. മഹാത്മാക്കൾ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെങ്കിലും ഇതെന്നൊക്കെ ഉയർന്ന് ചിന്തിക്കണം. നമ്മളൊരു പുതിയ സംസ്കാരത്തെ വാർത്തു കൊടുക്കണം ലോകത്തിൽ. അവിടെ നമ്മൾ പറയേണ്ടത് വ്യക്തിവികാസത്തിന് മതം വേണം, എന്നാൽ ലോക നന്മയ്ക്ക് വേണ്ടത് പരസ്പര ഐക്യവും ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനമുണ്ടെങ്കിൽ ഒരു രാഷ്ട്രം ഭൗതികമായും പുരോഗതി പ്രാപിക്കും. അവനവന്റെ ആത്മീയമായ പ്രയത്നങ്ങള് സാധനകള് അവനവനെ ആത്മീയമായി പുരോഗതി പ്രാപിക്കും. ശരിയാണോ ഈ പറയുന്നത്? കുറച്ചും കൂടി നിങ്ങൾ വിശാലമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഇവിടുന്ന് പഠിക്കേണ്ടത് യജ്ഞഭാവനയിലാണ് ലോകം വെച്ചത്, പുരോഗതിക്കാണ് വേണ്ടി വെച്ചത്. പക്ഷെ മനുഷ്യൻ ആ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ കാരണം അതിൽ കൊടുക്കുന്നതിന് പകരം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എടുത്തു വെക്കാൻ തുടങ്ങി. അതോടുകൂടി അവന്റെ സ്വഭാവം മാറി. അതുകൊണ്ട് ഇനി എന്ത് വേണം? ഭഗവാൻ അതിന് പോംവഴി പറഞ്ഞു തരാണ്. അടുത്ത ശ്ലോകം അതിഗംഭീരമാണ്. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാം പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യതാം ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാം പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യതാം പരസ്പരം ഭാവയന്ത, പരസ്പരം അന്യോന്യം ഈ യജ്ഞഭാവന ഭാവയന്ത, എന്നാൽ ശ്രേയപരമവാപ്സ്യത, നിങ്ങൾക്ക് ശ്രേയസ്സിനെ പരമമായ ശ്രേയസ്സിനെ കൈവരിക്കാൻ സാധിക്കും. നമ്മൾ വളരെ മിടുക്കന്മാരാണ്. നമ്മൾ എന്ത് ചെയ്തു അറിയോ? ഈ ശ്ലോകത്തിനൊരു മാറ്റം വരുത്തി. പരസ്പരം ഭാവയന്ത എന്ന് പറയുന്നതിന് പകരം പരസ്പരം പാരയന്താന്നാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുക തന്നെ. ഒരാളുടെ നന്മയിൽ വേറൊരാൾക്ക് അസൂയ, വിദ്വേഷം, എന്നാലും വിട്ടുകൊടുക്കില്ല. കുറ്റവും കുറവും പറഞ്ഞ് ഒരാളെ നന്നാവാൻ സമ്മതിക്കില്ല. അയാൾ എങ്ങാനും നന്നാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ വിമർശിച്ച് അയാളെ കുഴപ്പത്തിലാക്കും. ഇങ്ങനെ എവിടുന്നാവോ ഒരു ക്രുക്കറ്റ് ബുദ്ധി നമുക്ക് മനുഷ്യന് കിട്ടിയിരിക്കുന്നത്? അതൊക്കെയാണ് നമ്മളെ ഈ ഡെവലപ്മെന്റിന് തടസ്സം. നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഈ ശ്ലോകം നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവാൻ പറയുന്നു അനേന. അനേന എന്നുള്ള ശബ്ദത്തിനർത്ഥം യജ്ഞഭാവനേന. യജ്ഞഭാവനേന ദേവാൻ ഭാവയത, നിങ്ങൾ ദേവന്മാരെ ഭാവയത. ഭാവയത എന്ന് പറഞ്ഞാൽ അവരെ വർദ്ധിപ്പിക്കൂ, സന്തോഷിപ്പിക്കൂ, അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കൂ. ദേവന്മാരെ നിങ്ങൾ സന്തോഷിപ്പിക്കൂ യജ്ഞഭാവന കൊണ്ട്. തേ ദേവ, ആ യജ്ഞഭാവന കൊണ്ട് സന്തോഷിച്ച ദേവന്മാര് അവരെന്ത് ചെയ്യും? വഹഭാവയന്ത, അവർ നിങ്ങളെയും സന്തോഷിപ്പിക്കും. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് അവര് നിങ്ങൾക്ക് തരും. ഇങ്ങനെ പരസ്പരം ഭാവയന്ത, അങ്ങോട്ട് കൊടുക്കുകയും വേണം, അവരിങ്ങോട്ട് തരികയും. ഇപ്രകാരം നിങ്ങൾ പരസ്പരം സഹകരിച്ച് ജീവിച്ചാൽ ശ്രേയപരമവാപ്സ്യത, എന്ത് കിട്ടും? ശ്രേയസ്. ഈ ശ്ലോകം നമുക്ക് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത് നമ്മൾ ഈ ദേവന്മാർക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഹിന്ദു സംസ്കാരം ഇന്ന് വളരെ ച്യുതിയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം നമ്മൾ ദേവന്മാർക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നിങ്ങൾ അമ്പലത്തിൽ പോയി കൊടുക്കുന്നതും അതുപോലെ ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കുന്നതൊക്കെയാണ് മനസ്സിൽ ഭാവന ചെയ്യുക. അതുകൊണ്ട് ഈ ദേവൻ എന്നുള്ള ശബ്ദത്തിന് നമ്മൾ അർത്ഥം സൂക്ഷ്മമായി ഗ്രഹിക്കണം. ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. നമ്മളെ നിലനിർത്തുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. പ്രകാശം. ദീപം എന്നുള്ള ശബ്ദത്തിനർത്ഥം, സന്ധ്യയ്ക്ക് ദീപം കൊളുത്താറില്ലേ? എന്താ അർത്ഥം? പ്രകാശം. അതിൽ നിന്നാണ് ദേവൻ എന്നുള്ള ശബ്ദം വരുന്നത്. ദിവ് എന്ന ധാതുവാണ് സംസ്കൃതം, അത് പ്രകാശം എന്നാണ്. അപ്പൊ നമ്മളെ പ്രകാശിപ്പിക്കുന്നവൻ, അവനാണ് ദേവന്മാര്. അതുകൊണ്ട് മഹാത്മാക്കൾ ദേവൻ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജീവിതം നിലനിർത്താൻ സഹായിക്കുന്നവരൊക്കെ ദേവന്മാരാണ്. സൂര്യദേവൻ
വായുദേവൻ, ഇങ്ങനെയൊക്കെയുള്ള ദേവന്മാരെയാണ് വെച്ചിരിക്കുന്നത്. വരുണദേവൻ, വരുണം എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ദേവനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഭൂമിദേവി, സംസ്കൃതത്തിൽ സ്ത്രീലിംഗമായതുകൊണ്ട് ഭൂമിയെ അമ്മയായിട്ട് വെച്ചു, ദേവിയാണ്. അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ ഈ പ്രകൃതിയാണ് ദേവനാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഹാത്മാക്കൾ പറയും ദേവൻ എന്ന ശബ്ദത്തിന് പ്രകൃതി എന്നർത്ഥെടുക്കണം എന്നാണ്. പ്രകൃതിയാണ് ഈശ്വരൻ. ആ ഈശ്വരൻ ദേവൻ ഇന്ന് നമ്മുടെ കൂടെ ഏതൊക്കെ രൂപത്തിലുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം കുറേം കൂടി സൂക്ഷ്മമായിട്ട്. സൂര്യൻ നമ്മുടെ കൂടെ ഉണ്ടോ? ഏത് രൂപത്തിലുണ്ട്? പ്രകാശ രൂപത്തിലുണ്ട്. ഇനി വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടോ? ഉണ്ട്. ഏത് രൂപത്തിലാണ്? നിങ്ങൾ വേദത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. സൂര്യൻ നമ്മുടെ കൂടെ ഏത്? ചക്ഷോ സൂര്യോ അജായതാം മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച വായു ശ്രോത്രോപിജായതാം, ശ്രോത്രത്തിൽ വായുദേവൻ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ മുഖത്ത് ഇന്ദ്രൻ ഇരിക്കുന്നു, കണ്ണുകളിൽ സൂര്യൻ ഇരിക്കുന്നു, കൈകളിൽ വരുണൻ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ പൂർവികന്മാരെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ അംഗങ്ങളിലും ആരുണ്ട്? ദേവന്മാരുണ്ട്. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? ഇപ്പൊ ദേവൻ എന്നുള്ള ശബ്ദത്തിന് എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം എടുക്കണം. അപ്പൊ നമ്മുടെ ഓരോ ഇന്ദ്രിയവും ദേവനാണ്. കണ്ണുകളിൽ സൂര്യൻ ഇരിക്കണോ പറഞ്ഞാൽ സൂര്യദേവൻ കാഴ്ചയായി നമ്മുടെ കൂടെ ഇരിക്കുന്നു. മുഖത്ത് ഇന്ദ്രൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദരൂപത്തിൽ ഇന്ദ്രൻ ഇരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ ദേവനെയും നമ്മുടെ ഉള്ളിൽ കാണാൻ നമുക്ക് സാധിക്കണം. അഗ്നിയുടെ സാന്നിധ്യം കൊണ്ടാണ് ശബ്ദം പുറത്തു വരുന്നത്, അല്ലേ? ആണോ അല്ലയോ? നമുക്ക് നിലനിൽക്കാൻ വെള്ളം വേണം, വരുണദേവൻ വേണോ? ആഹാരം ഭൂമിയിൽ നിന്ന് വരണം, ഭൂമിദേവി വേണോ? അപ്പൊ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ദേവനായിട്ട് നമ്മൾ എടുക്കണം. ഇനി പറയുന്നു ദേവന്മാരെ നിങ്ങളെ പോഷിപ്പിക്കൂ, ആ ദേവന്മാര് നിങ്ങളെയും പോഷിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമുക്ക് കിട്ടിയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഒക്കെ നാം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നമ്മളെയും ആ ഇന്ദ്രിയങ്ങൾ സന്തോഷിപ്പിക്കും. ഉദാഹരണത്തിന് വളരെ ശ്രദ്ധിക്കണേ, നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമ്മൾ നന്മ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നന്മകളെ കാണുള്ളൂ. ഇപ്പം നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമ്മൾ തിന്മ കാണുമ്പോഴും നമ്മൾ ഏത് കാണാൻ ശ്രമിക്കണം? നല്ലത് കാണാൻ ശ്രമിക്കണം. അത് നമ്മളെ കണ്ണുകളെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ കൈകളെ കൊണ്ട് നമ്മൾ എത്ര കൊടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൈകൾ നമുക്ക് തന്നിരിക്കുന്നത് കൊടുക്കാനാണ്, സേവനം ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ ഓരോ ഇന്ദ്രിയത്തെ കൊണ്ടും ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. തേ ദേവാഭാവയന്തു. ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് വാക്കുകൾ തന്നിരിക്കുന്നു, ആ വാക്കുകളാകുന്ന ദേവനെ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നിങ്ങൾ സംസാരിക്കാൻ പഠിക്കൂ. അപ്പൊ മറ്റുള്ളവരും നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയും. അപ്പൊ ആ ദേവനെ നമ്മൾ ചീത്തയാക്കരുത്. ഇപ്പൊ നോക്കൂ, ഇത് വളരെ ശ്രദ്ധിക്കണേ. ഈ പറയുന്നത് ഓരോ ദേവനും നമ്മൾ ഹോമിക്കുന്നത് ചീത്ത വസ്തുക്കളാണെങ്കിൽ അതിന് കിട്ടുന്ന ഫലവും ചീത്തതാവും. നമ്മളുണ്ടല്ലോ വാക്കുകൾ ചീത്തത് ഉപയോഗിക്കുന്ന സമയത്ത്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന സമയത്ത് നമ്മുടെ കുറ്റവും മറ്റൊരാൾ പറയാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് മറക്കരുത്. പ്രകൃതിയുടെ നിയമം അതാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ നമ്മൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നല്ലത് പോലെ ഉപയോഗിച്ചാൽ മറ്റിന്ദ്രിയങ്ങൾ നമ്മളെയും സന്തോഷിപ്പിക്കും. നിങ്ങൾ രാമായണം തന്നെ എടുത്തു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവാം. സീതയുടെ നാവുകൾ ചീത്ത വന്നപ്പോൾ, ലക്ഷ്മണനെ വേദനിപ്പിച്ചപ്പോൾ ഒരു രാമന്റെ നാവ് ചീത്തയായിട്ട് കാത്തിരിക്കുകയാണ് സീതയ്ക്ക് നേരെ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്ന് പറയാം. ഈ ശ്ലോകത്തിലൂടെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്, നാം പ്രകൃതിയെ സംരക്ഷിച്ചു വെച്ചാൽ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും. ഇതൊരു അവയർനെസ് ഉണ്ടാവണം മനുഷ്യർക്ക്. അപ്പൊ നോക്കൂ, നമ്മൾ പഠിക്കാനുണ്ട് പലതും. മറ്റൊരാളുടെ കണ്ണിൽ ചീത്ത കാണരുത്. ആ ചീത്ത കാണുന്ന സമയത്ത് അയാളുടെ മനസ്സിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ അയാളുടെ മനസ്സിലൊരു ശാപം ഉണ്ടാവും. അത് നമുക്ക് നേരെ തിരിഞ്ഞു വരുന്നതാണ്.
ഇപ്പം നിങ്ങളുടെ വീട് നിങ്ങൾ വൃത്തികേടാക്കി വെക്കുന്നു. ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളുടെ വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവരുടെ കണ്ണ് ആ വൃത്തികേടുകൾ കാണുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? സന്തോഷമോ വിഷമോ? ഒരു വിഷമം. ആ ഒരു നെഗറ്റീവ് എനർജി അവരുടെ ഉള്ളിലുണ്ടായി, അതൊരു ശാപമായി നമുക്ക് പരിണമിക്കുന്നു വരെയാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒരാളുടെ കണ്ണിന് നല്ലത് കാണണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ആ സ്ഥലത്തെ വെക്കണം. ഇങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ റോഡുകളിൽ നിന്നും വൃത്തികേട് വലിച്ചെറിയില്ല ആരും. കാരണം മറ്റൊരാൾ ഇത് കാണും, അയാളുടെ കണ്ണുകൾക്കൊരു വേദന ഉണ്ടാവരുത്, തെറ്റായൊരു സാധനം അയാൾ കാണരുത്, ഈ ബോധം. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഒന്ന് സംസ്കാരം കൊണ്ടും ഉണ്ടാക്കാം, നിയമം കൊണ്ടും ഉണ്ടാക്കാം. അബ്ദുൽ കലാം, കഴിഞ്ഞ പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹം പ്രഭാഷണത്തിൽ പറയും, ഇന്ത്യക്കാർക്ക് നിയമവുമില്ല സംസ്കാരമില്ല, അതാ അപകടത്തിലായതെന്ന്. നിങ്ങളൊരു വിദേശ രാജ്യത്തിലാണെങ്കിൽ ഒരു ചപ്പും ചവറും നിങ്ങൾ പുറത്തേക്ക് എറിയില്ല. കാരണം എറിഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ അപ്പ ഫൈനാണ്. ഒരു നമ്പൂതിരിയുടെ തമാശ പറഞ്ഞതുപോലെയാണ്. മകൻ ബോംബെയിൽ പഠിക്കുകയാണ്. അപ്പം ധാരാളം ചെലവ് വരും ഇദ്ദേഹത്തിന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് എഴുതും, അച്ഛാ പണം പോരാ, ഇങ്ങനെ കുറച്ചും കൂടി അയച്ചു തരണമെന്ന്. അപ്പം ഇദ്ദേഹം ഒന്ന് തീരുമാനിച്ചൊന്ന് പോയി നോക്കാം എന്താ ഇവന് ഇത്ര ചെലവ് എന്ന്. അപ്പം ഇവിടുന്ന് കയറി ട്രെയിനിൽ അവിടെ എത്തി. പിന്നെ ലോക്കൽ ട്രെയിൻ പിടിച്ച് മകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മൂത്രശങ്ക. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലായിടത്തും ബാത്റൂമാണ്. ഇദ്ദേഹത്തിന് ഇതേ സംസ്കാരം തോന്നി, എവിടെയോ മൂത്രമൊഴിച്ചു, പിടിച്ചു. അപ്പം കിട്ടി 50 രൂപ ഫൈൻ. കാരണം അവിടെ റോഡ് സൈഡിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. ഉടനെ അദ്ദേഹം മകനെ കാണാതെ തിരിച്ചു പോന്നു എന്നാണ്. എന്നിട്ട് മകനോട് പറഞ്ഞു, ക്ഷമിക്കണം കുട്ടാ, ഞാൻ തെറ്റിദ്ധരിച്ചു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബോംബെയിൽ മൂത്രം ഒഴിക്കണമെങ്കിൽ 50 രൂപ ചെലവാണെന്ന്. അപ്പം നിനക്ക് ചെലവ് കൂടിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇങ്ങനൊരു തമാശ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചുറ്റുപാടിനെ വൃത്തികേടാക്കിയിട്ട് ചുറ്റുപാടത് വൃത്തിയാക്കി വെക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അതൊക്കെ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ ഇത് നല്ലവണ്ണം പഠിക്കണം. അത് ഇപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് കാറിലായാലും ബസ്സിലായാലും ഒറ്റയേറ്. അപ്പം ഞാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാറിലൊക്കെ വെച്ച് തരുന്ന സമയത്തുണ്ടല്ലോ, ഉടനെ അവർ ആദ്യം പറയുന്നത്, സ്വാമി ആ പേപ്പർ താഴെ ഇട്ടോളണം കേട്ടോ എന്നാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണത്. നമ്മുടെ സ്വഭാവം അവർക്കറിയാം, കേരളത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ എറിയുന്നത്. അവർക്ക് പേടിയാണ് നമ്മൾ നിയമം തെറ്റിക്കുമോ എന്നുള്ളത്. ഇത് നമുക്ക് നിയമം കൊണ്ടുണ്ടാക്കാം ഇല്ലേ? ശക്തമായ ഫൈനൊക്കെ ചെയ്തിട്ട് നമുക്ക് നിയമം ഉണ്ടാക്കാം. എന്നാൽ നമുക്ക് സംസ്കാരം കൊണ്ടുണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ, ബാലി എന്ന് പറയുന്ന നാട്, അവിടെ ഉണ്ടല്ലോ ഒരു നിയമവും ഇല്ല. അവിടെ സംസ്കാരമാണ്. വൃത്തികേട് വലിച്ചെറിയാൻ അവർ തോന്നില്ല. അവർക്ക് സംസ്കാരമാണ്. നിങ്ങൾ നോക്കൂ, വന്നിട്ട് കാണാപ്പോ നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിലുണ്ടല്ലോ, ആ സ്ഥലത്ത് എന്തെങ്കിലും വൃത്തികേടായ അപ്പം അവർ അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞു. അവരുടെ സംസ്കാരമാണ്. ഇത് നമ്മൾ ദൈവീകമായ കാര്യങ്ങളാണ്, നമ്മൾ വൃത്തിയാക്കി വെക്കേണ്ടതാണ്. ശരിക്കും നമ്മുടെ ഭാരതം അത്ര സംസ്കാരത്തിൻ്റെ ഉന്നതി നേടേണ്ട ഒരു രാജ്യമായിരുന്നു. എന്തു പറ്റി? നിയമവും ഇല്ല, സംസ്കാരവും ഇല്ല. ഏറ്റവും നമുക്ക് കാണേണ്ട ഓരോ സ്ഥലങ്ങൾ പോയി നോക്കണം. നിങ്ങൾ കൽക്കട്ടയിലൊക്കെ ഒന്ന് പോയി നോക്കും. നിങ്ങൾ ഏറ്റവും വലിയൊരു സിറ്റിയാണത്. ആ ചപ്പും ചവറും റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ അടങ്ങുള്ളൂ. അതും അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മുനിസിപ്പാലിറ്റി വണ്ടി വന്നതിന് ശേഷം ആളുകൾ എണീക്കുള്ളൂ. 5:30 മണിക്ക് മുനിസിപ്പാലിറ്റി വണ്ടി വരും. ഇവർ എണീക്കുന്നത് 6:30-ക്കാണ്. എന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഈ ചപ്പും ചവറ് പുറത്തു കൊണ്ട് തട്ടും. പിന്നെ പട്ടികൾ വന്നിട്ട് ശരിയാക്കും. കാരണം നമ്മുടെ നാട്ടിൽ ദൈവത്തിനെ പോലെ കരുതിയിരിക്കുന്നതാണ് പട്ടികൾ. അതെല്ലാം വൃത്തികേടാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഈ ഇന്ത്യയിൽ തന്നെ ചില രാജ്യങ്ങളുണ്ട്. നിങ്ങൾ സിക്കിം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഉണ്ടല്ലോ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ്. ചപ്പും ചവറും പുറത്തെറിയാൻ സമ്മതിക്കില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ വേണമെന്ന് വിചാരിക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം. നാം പ്രകൃതിയെ വേണ്ടാത്ത വൃത്തികേടുകൾ വലിച്ചെറിഞ്ഞാൽ അത് മറ്റൊരാളുടെ കണ്ണിന് വേദനയുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ശാപം ആർക്കുണ്ടാവും? നമുക്കുണ്ടാവും. ഇതാണ് ഭാരതത്തിൻ്റെ കൾച്ചർ. അതുകൊണ്ട് ദേവാൻ ഭാവയതാനേന, ദേവാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നിങ്ങളുടെ കണ്ണിനെ, നിങ്ങളുടെ മൂക്കിനെ, നിങ്ങളുടെ വായയെ, നിങ്ങളുടെ ചെവിയെ, നിങ്ങളുടെ കൈകളെ മാത്രം സന്തോഷിപ്പിക്കൂ എന്നല്ല, എല്ലാ കണ്ണുകളെയും സന്തോഷിപ്പിക്കൂ എന്നാണ്. ഭാഗവതത്തിലൊരു വരികളുണ്ട്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉരലിൽ കെട്ടിയിടുന്ന ലീലയുണ്ട്. ഈ ഉരൽ വലിച്ചുകൊണ്ട് ഭഗവാൻ 2 മരുതവൃക്ഷങ്ങളുടെ ഇടയിലൂടെ ചാടുന്ന സമയത്ത് ഈ മരുതവൃക്ഷങ്ങൾ മറിഞ്ഞു വീഴും.
അതിൽ നിന്ന് 2 പേര് പുറത്തു വരും. അവരുടെ പേരായിരുന്നു നളകൂപരൻ, മണിഗ്രീവൻ. ഇവർ 2 പേരും വന്നതിന് ശേഷം ഭഗവാനോട് കാൽക്കൽ വീണ് കേണപേക്ഷിക്കും, ഞങ്ങൾ എങ്ങനെയാണ് മരങ്ങളായത്, അതുകൊണ്ട് ഭഗവാനെ കഥ പറയാണ് അവര്. പണ്ട് നാരദ മഹർഷി കളിയാക്കി അതിൻ്റെ ശിക്ഷയാണ് മരങ്ങളായതെന്ന്. ഇനി ഞങ്ങൾക്കൊരു അനുഗ്രഹം തരണം. എന്താണത്? അവർ പറയുന്നൊരു ശ്ലോകമുണ്ട് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 10-ാം അധ്യായത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ വരുന്ന ഒരു, എനിക്ക് തോന്നുന്നു 14-ഓ 15-ഓ ശ്ലോകമായിരിക്കും. വാണീ ഗുണാനുഗതനേ ശ്രവണോഖദായം അസ്തൂചകർമ്മസു മനസ്തവ പാദയൊന്നാം സ്മൃത്യാം ശിരസ്തവ നിവാസജകൽപ്രണാമേ ദൃഷ്ടിം സദം ദർശനേ സ്തുഭവൽത്തനൂനം. വാണീ ഗുണാനുഗതനേ. ഭഗവാനെ, ഇനി നാവുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കട്ടെ, കണ്ണുകൊണ്ട് നല്ലത് കാണാൻ സാധിക്കട്ടെ, വാക്കുകൊണ്ട് നല്ലത് പറയാൻ സാധിക്കട്ടെ, ചെവി കൊണ്ട് നല്ലത് കേൾക്കാൻ സാധിക്കട്ടെ. ഇത് പറയുന്നൊരു രംഗമുണ്ട്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. നാവുകൊണ്ടും കണ്ണുകൊണ്ടും. ഇതൊക്കെ ദേവന്മാരാണ്. ഈ ദേവന്മാരെ നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ശരീരത്തിലിരിക്കുന്ന അതേ ദേവന് വേദന വന്നാൽ നമുക്കതൊക്കെ തിരിച്ചു വരും എന്ന് പറയണം. എനി എനർജി പാസ് ത്രൂ അസ്, ഇറ്റ് വിൽ കം ബാക്ക്. ഇത് ഫിസിക്സിൻ്റെ നിയമമാണ്. ആക്ഷൻ വിൽ ഫോളോ റിയാക്ഷൻ. അതൊന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യത. സോ വി ഷുഡ് അലേർട്ട് അബൌട്ട് അവർ കരക്ടർ. അവരുടെ ഓരോരുത്തരുടെയും അവരവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അത്ര ശ്രദ്ധ വയ്ക്കണം എന്ന് പറയാണ്. അത് നമ്മൾ പലരും കെയർ ചെയ്യുന്നില്ല. നമ്മൾ കെയർലെസ് ആയി ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ മനസ്സിനെ ഉയർത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ദേവാൻ ഭാവയതാനേന, യജ്ഞഭാവന കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കൂ. യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ ചീത്തത് സ്വീകരിച്ചാലും നല്ലത് മാത്രം കൊടുക്കുക. അപ്പം നല്ല വാക്കുകൾ, നല്ലത് ചെയ്യുക. നമ്മളെ കൊണ്ട് പ്രകൃതിക്ക് ദ്രോഹം ഉണ്ടാവാണ്ടിരിക്കുക. നമ്മുടെ വീടിനെ നമ്മൾ വൃത്തിയാക്കി വെക്കുക. മറ്റുള്ളവർ എന്തു പ്രതീക്ഷിക്കുന്നോ അത് നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ സാധിക്കണം. ഇപ്പം നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴും മറ്റൊരാൾ അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ശരിയല്ലേ ഇത്? ഇങ്ങനെ നമ്മൾ സേവനം ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പാഠം, നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ്. വാട്ട് വി ഡിസേർവ് ദാറ്റ് വി ഹാവ് ഗിവൺ ആണ്. എന്ത് കൊടുത്തിട്ടുണ്ടോ അത് ഡിസേർവ് ആണ്. യു ഡിസേർവ് ദാറ്റ് വിച്ച് യു സെർവ് എന്നാണ് പറയുക. നിങ്ങൾ സെർവ് ചെയ്യാത്തത് ഒരിക്കലും നിങ്ങൾ ഡിസേർവ് ആവില്ല. ഇതാണ് നമുക്ക് ഭാഗവതം ഈ ഗീതയൊക്കെ ഒരുമിച്ച് പഠിക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അത് ദക്ഷന്റെ കഥ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാവും. ദക്ഷയാഗം എന്നുള്ള കഥ വരുമ്പോൾ പരമശിവനും ബ്രഹ്മാവും വിഷ്ണുവും ഇരിക്കുമ്പോൾ ദക്ഷൻ കയറി വരുന്നു. അപ്പൊ ദക്ഷൻ പ്രതീക്ഷിക്കുകയാണ്, എൻ്റെ മരുമകനായ ശിവൻ എന്നെ കാണുമ്പോൾ കഥയറിയാലോ നിങ്ങൾക്ക്, എണീറ്റ് നിന്ന് ആദരിക്കണമെന്ന്. ആര് പ്രതീക്ഷിക്കുന്നു? ദക്ഷൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ ദക്ഷന്റെ പ്രതീക്ഷ കണക്ക് തെറ്റി. എന്താ പറ്റിയത്? ദക്ഷൻ പ്രതീക്ഷിച്ച പോലെ ശിവൻ എണീറ്റ് നിന്ന് ആദരിച്ചില്ല. സ്വാഭാവികമായി കോപം വന്നു. ശിവനെ നിന്ദിച്ചു, പരിഹസിച്ചു, അപഹേളിച്ചു. ശിവൻ ഒന്നും വേണ്ടിയില്ല. ഉണ്ടോ? പക്ഷേ ശിവന്റെ സെക്രട്ടറി ആയിരിക്കുന്ന നന്ദീശ്വരൻ അവിടെ വെച്ച് ശപിച്ചു. കൊടുത്ത ശാപം അധികം വൈകാതെ നിന്റെ മനുഷ്യ തല ഒരു ആടിൻ്റെ തലയായി തീരട്ടെ. നോക്കൂ, ആരാ ഇതൊക്കെ വരിച്ചു വെച്ചത്? ശിവനാണോ കാരണം? ആണോ? നന്ദീശ്വരനാണോ കാരണം? അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രതികർമ്മം നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം, പ്രതീക്ഷ വെച്ച് ജീവിക്കലല്ല ജീവിതം, പ്രകടിപ്പിച്ച് ജീവിക്കലാണ്. ദാറ്റ് വിച്ച് യു എക്സ്പ്രസ് ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് എന്നാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടണം എന്നില്ല. ദാറ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് ദി ലൈഫ്. അതാണ് പലരും ജീവിതത്തിൽ ദുഃഖിക്കുന്നതിന് കാരണം. ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടുന്നില്ല, പ്രതീക്ഷിച്ച പോലെ എൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, പ്രതീക്ഷിച്ച പോലെ അവരെന്നെ കെയർ ചെയ്യുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാനല്ല പഠിക്കേണ്ടത്, നമ്മൾ പ്രകടിപ്പിക്കൂ. നമ്മൾ എത്ര കണ്ട് പ്രകടിപ്പിക്കണോ അത്ര കണ്ട് നമുക്കത് കിട്ടും. പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പഠിക്കുക എന്നർത്ഥം. അപ്പൊ അതിൻ്റെ അർത്ഥം ഒരു വിപുലമായിട്ട് നമ്മൾ കാണണം.
എഗെയിൻ കഥ നിങ്ങൾ കാണും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പക്ഷേ ദക്ഷൻ അവിടെ വരുന്നു, ദക്ഷയാഗത്തിൽ ദക്ഷൻ വരുന്നു. ശിവനെ അങ്ങോട്ട് ആദരിച്ചിരുന്നു എങ്കിൽ എന്തായിരിക്കും കഥയുടെ സംഭവം? തീർച്ചയായിട്ടും ശിവനും ദക്ഷനെ കാണുന്ന സമയത്ത് ആദരിക്കുമായിരുന്നു. ഉണ്ടോ ഇല്ലയോ? ആണോ അല്ലയോ? അപ്പൊ ശിവനിൽ നിന്ന് ആദരവ് പ്രതീക്ഷിച്ചു, പക്ഷെ ശിവനോട് ആദരവ് പ്രകടിപ്പിച്ചില്ല. ഇതാണ് പലരുടെയും ജീവിതത്തിന്റെ കുഴപ്പം. അവർ കൊടുക്കുന്നില്ല. വെൻ യു ഷെയർ അതർ വിൽ കെയർ. നമ്മൾ കെയർ ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറല്ല. അവിടെയൊക്കെയാണ് ജീവിതം പരാജയപ്പെടുന്നത്. നമ്മൾ ഷെയർ ചെയ്യണം, അപ്പം മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യും. ഇത് നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, വാസ്തവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യമാണ്. നിങ്ങൾ ആരോഗ്യമുള്ളൊരു ജീവിത ശരീരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലത് ഷെയർ ചെയ്യണം ഈ ബോഡിയിൽ. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? നിങ്ങൾ വെറുതെ ബോഡിയെ കെയർ ചെയ്താൽ പോരാ, നിങ്ങൾ ഷെയർ ചെയ്യണം നല്ലത്. നിങ്ങൾ നല്ലത് ബോഡിയിലേക്ക് ഷെയർ ചെയ്താൽ ഈ ബോഡി നിങ്ങളെ കെയർ ചെയ്യും. ഉണ്ടോ ഇല്ലയോ? ആണോ ഇല്ലയോ? ഇതുപോലെ നമ്മൾ മനസ്സിലേക്ക് നല്ല ചിന്തകൾ ഷെയർ ചെയ്താൽ ഈ മനസ്സ് നമ്മളെ കെയർ ചെയ്യും. ഇതുപോലെ നമ്മൾ സമൂഹത്തിലേക്ക് നല്ലത് ഷെയർ ചെയ്താൽ സമൂഹം നമ്മളെ കെയർ ചെയ്യും. ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം. അതുകൊണ്ട് ദേവാൻ ഭാവയതാനേന. എന്താ അതിന് അർത്ഥം എടുക്കേണ്ടത്? ദേവന്മാരെ നിങ്ങൾ ഭാവന ചെയ്യൂ, സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ലത് കൊടുക്കാൻ പഠിക്കൂ. ഇപ്പൊ ദേവൻ എന്നുള്ളതിനർത്ഥം ഓരോ ഇന്ദ്രിയങ്ങളും ആരാണ്? ദേവന്മാർ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ ഇന്ദ്രിയങ്ങൾ. അപ്പൊ മറ്റുള്ളവർ ഏത് രീതിയിൽ സന്തോഷിക്കുമോ ആ രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കാൻ പരിശീലിച്ചാൽ ദേവന്മാര് സന്തോഷിച്ചു. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഇതൊക്കെ പ്രാക്ടിക്കലി നമ്മൾ പരിശീലിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണേ. അല്ലാതെ നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇതൊക്കെ പുസ്തകത്തിൽ സ്വാമി പറയണൊക്കെ നന്നായിട്ട് കേട്ടോ, ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ടോ അതിലർത്ഥമില്ല, അത് പ്രായോഗികമാക്കണം. ഒരു തമാശയാണേ, സീരിയസ് ആയിട്ട് എടുക്കരുത്. അയാളുടെ വീട്ടിൽ, അയാളുടെ ജീവിതത്തിൽ, അയാളുടെ പേഴ്സിൽ എപ്പോഴും അയാളുടെ ഭാര്യയുടെ ഫോട്ടോ വയ്ക്കുക. റെയറാണ് അങ്ങനെയുള്ള ആളുകൾ, എന്നാലും അയാളുടെ ഭാര്യയുടെ ഫോട്ടോ വയ്ക്കും. അപ്പോൾ ഒരു ദിവസം ഭാര്യ ചോദിച്ചു, ഇത്രയൊക്കെ സ്നേഹം നിങ്ങൾക്ക് എന്നോടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന്. കാരണം ഇയാളുടെ പേഴ്സ് മാറുമ്പോൾ ഫോട്ടോ മാറില്ല ഇയാൾ, അതിങ്ങനെ മാറ്റിക്കൊണ്ട് അതേ ഫോട്ടോ തന്നെ വയ്ക്കും. അപ്പം നിങ്ങൾ എന്താ എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നത്? അപ്പം അദ്ദേഹം പറയുന്നത്, വാസ്തവത്തിലല്ലോ നിന്റെ ഫോട്ടോ ഞാൻ എന്തിനാ വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോണ്ടല്ലോ ഞാൻ ഉടനെ പേഴ്സ് തുറന്ന് നിന്റെ ഫോട്ടോ നോക്കും. ആ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോഴേ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടുന്നു. അപ്പോൾ ഭാര്യ ഉടനെ പറയാണ്, ഹോ ഞാൻ എത്ര ശക്തിയാണ് നിങ്ങൾക്ക് തരുന്നതല്ലേ എന്ന്, എത്ര ധൈര്യമാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന്. ഉടനെ ഇദ്ദേഹം പറയാണ്, അതിനല്ലടി, ഞാൻ ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് പറയും, ഇതിനും വലിയൊരു പ്രശ്നം വേറെ ഇല്ലല്ലോ ഭഗവാനെ, പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും അത്ര നിസ്സാരമല്ലേ എന്നുള്ളത്. അപ്പോൾ ആ വലിയ സീരിയസ് ആയിട്ട് എടുക്കരുതേ. ഇത് എറണാകുളത്തുള്ളവരുടെ കുറിച്ചല്ല, കാരണം എനിക്ക് 2-3 ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വലിയൊരു പ്രശ്നം വേറെ ഇല്ലല്ലോ, പിന്നെന്തിനാ ഞാൻ അപ്പം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് വലിയ പ്രശ്നമായി തോന്നില്ല എന്ന്. അപ്പം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മളൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. എന്നാൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം വളരെ കെയർഫുള്ളായി കൊടുക്കണം. ഹാൻഡിൽ വിത്ത് കെയർ എന്ന് എഴുതാറില്ലേ ചില സാധനങ്ങളുടെ മുകളിൽ? അതുപോലെ നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ, നമ്മുടെ സ്വഭാവത്തിൽ കുറേ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കാണ് നല്ല അവസരങ്ങളും എല്ലാം നഷ്ടപ്പെടുക. ഈശ്വരനല്ല നമ്മളെ പണിഷ് ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തികളാണ് പണിഷ് ചെയ്യുന്നത്. പ്രവൃത്തി തെറ്റാൻ കാരണം ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ആറ്റിറ്റ്യൂഡ് ശരിയല്ലാത്തതിന് കാരണം നമ്മൾ ആത്മീയമായി നമ്മളെ സംസ്കരിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം ഓർത്തു വയ്ക്കും. ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. ഇങ്ങനെ പരസ്പരം ഭാവന ചെയ്ത് ജീവിച്ചാൽ എല്ലാവർക്കും എന്ത് കൈവരിക്കാം? ശ്രേയസ്. അപ്പൊ ശ്രേയസ് എന്നുള്ള ശബ്ദത്തിന് 2 അർത്ഥങ്ങൾ എടുക്കണം. ഒന്ന് ഭൗതികമായ പുരോഗതിയും, 2 ആത്മീയമായ പുരോഗതിയും. ഭൗതികമായ പുരോഗതി എന്ന് പറയുന്നത് ഈ ചുറ്റുപാട് നല്ല ആരോഗ്യമുള്ളൊരു ചുറ്റുപാട്, പരസ്പരം സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ചുറ്റുപാട്. ആത്മീയമായ പുരോഗതി എന്ന് പറയുന്നത് ആരെയും ആശ്രയിക്കാതെ
ആരെ തന്നെ ആശ്രയിച്ചിട്ട്? ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് കൂടെ ഭഗവാനാണുള്ളതെന്ന ബോധത്തിൽ ജീവിക്കാൻ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ശരീരം ലോകത്തിനോടും മനസ്സ് ഭഗവാനോടും ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെ ശാരീരികമായ സംരക്ഷണം ലോകം തരും, മാനസികമായ സംരക്ഷണം ആര് തരും? ഭഗവാൻ തരും. ഇതാണ് ശരിക്കും നമുക്ക് കൈവരിക്കണം. ഇതിനെയാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ലൊരു കൾച്ചേർഡ് സൊസൈറ്റി ഉണ്ടല്ലോ, ഒരു ഹെൽത്തി സൊസൈറ്റി ആയിരിക്കും. അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് ധ്യാനിക്കാം, കീർത്തിക്കാം. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ സാധ്യമല്ല. അമ്പലത്തിൽ പോയിട്ട് പോലും ധ്യാനിച്ച് കുറച്ചു നേരം കണ്ണടച്ചിരിക്കണമെങ്കിൽ കഴുത്തും കാലും കൈയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണം. കാരണം കണ്ണടച്ച് പുറത്ത് വരുമ്പോഴേക്കും പലതും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ എവിടെയോ പ്രഭാഷണത്തിന് പോയപ്പം, എന്തിനാണ് സ്വാമിജി ഈ പാഞ്ചാലിയെയും കൊണ്ട് ഭഗവാൻ ഭീഷ്മ പിതാമഹനെ കാണാൻ പോയപ്പോൾ